വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണത്തിലെ ക്രമക്കേടുകളിൽ ഉന്നതന അന്വേഷണം ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ച തുക വകമാറ്റി ചെലവഴിക്കപ്പെട്ടതായി CAG കണ്ടെത്തലുകൾ വന്ന സാഹചര്യത്തിലാണ് ഹിന്ദു ഐക്യവേദിയും സാമൂഹ്യനീതി കർമ്മസമിതിയും ജനകീയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത്. സെക്രട്ടേറിയറ്റ് നടയിലും സംസ്ഥാനത്തെ മുഴുവൻ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഓഗസ്റ്റ് 1 ധർണ സംഘടിപ്പിക്കും. ഇടത് സർക്കാരിന്റെ നിരുത്തരവാദിത്തത്തിന്റെയും കിടകാരസ്ഥതയുടെയും ഫലമാണ് ആനുകൂല്യ വിതരണത്തിൽ വന്ന ഗുരുതരമായ വീഴ്ചയെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ES ബിജു പറഞ്ഞു. SC, ST, OEC, OBC വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യ നിഷേധത്തിനെതിരെ ഹിന്ദു ഐക്യവേദിയും സാമൂഹ്യനീതി കർമ്മസമിതിയും ശക്തമായ പ്രക്ഷോഭം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ആഗസ്റ്റ് 1 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലും എല്ലാ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ധർണകൾ സംഘടിപ്പിക്കും. കേരള സർക്കാർ അതിന്റെ കടുത്ത വീഴ്ചയാണ് വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പും നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനം നഷ്ടപ്പെടുന്ന തരത്തിൽ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും അവരെ നീക്കം ചെയ്യപ്പെടുന്ന തരത്തിൽ അവർക്ക് ലഭിക്കേണ്ട ഫണ്ട് വിതരണം ചെയ്യാൻ വന്ന കാലതാമസം പോലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണങ്ങളിൽ 2017-18 മുതൽ 2023-24 വർഷം വരെ 6 വർഷക്കാലം വിദ്യാഭ്യാസ ആനുകൂല്യ വിതരണം സംബന്ധിച്ച ധവളപത്രം ഇറക്കാൻ തയ്യാറാവണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുക.